ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു മേള കാണാൻ പോയതാണ്. അതിൻ്റെ ടിക്കറ്റാണ് മോളുടെ കയ്യിലിരുന്നത്. ഇതാണ് എൻട്രിയിലോട്ട് ഞങ്ങളിത് പോവുകയാണ്. നമ്മൾ തുടങ്ങി പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അത്ര തിരക്കില്ലായിരുന്നേ. ഇത് ബബിൾസ് ഗെയിമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ലണ്ടൻ സിറ്റി. ഇതാണ് എൻട്രി. നിങ്ങളത് ടിക്കറ്റ് അവിടെ കൊടുത്തിട്ട് മോളാണ് കൊടുത്തിട്ട് അകത്തോട്ട് പോകുന്നു. ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. ഇന്ന് ഈ സമയം പോയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര തിരക്കില്ലായിരുന്നു. തുടങ്ങി സെക്കൻഡ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ആൾ കൂടുതൽ വരാൻ പോകുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട്. അവൾക്ക് ഏതൊക്കെ വാങ്ങിക്കണമെന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇവിടെയൊക്കെ നിർത്തി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ എന്തോ പറയുക, നല്ല ഫോട്ടോസ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രെയിം നല്ല സെറ്റ് വാൾ ഫോട്ടോസ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിർത്തി നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ നടന്ന് വീണ്ടും കുറച്ച് ഉണ്ടോ ഫോട്ടോസൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ കടയിലോട്ട് മെയിൻ സ്ഥലത്തോട്ട് ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പാത്രത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. അതെ, ബൗളുകൾ അങ്ങനെയൊക്കെയുള്ള സെറ്റ്. ഇത് 30-ൻ്റെ കടയാണ്. 30-ൻ്റെ കടയുണ്ട്, 20-ൻ്റെ കടയുണ്ട്, 10-ൻ്റെ കടയുണ്ട്. അങ്ങനെ എത്ര രൂപയ്ക്കുള്ള ഐറ്റങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് 30 രൂപയുടെ കടയാണ് ഞങ്ങൾ കാണുന്നത്. ഇത് ഒരു സൈഡിൽ 30 രൂപയുടെയും മറ്റേ സൈഡിൽ 20 രൂപയുടെ ഐറ്റംസാണ്. ഏതെടുത്താലും 30 രൂപ. ഇതൊക്കെ ഏതെടുത്താലും 30 രൂപയാണ്. കണ്ടോ? പിന്നെ ഈ മുഖത്തൊക്കെ ഇടുന്നത് നമ്മൾ ക്രീമൊക്കെ എടുക്കാതിരിക്കുന്നത് നല്ലത്. 30 രൂപയിലൊന്നും അത്ര ക്വാളിറ്റി കാണത്തില്ല. ഐലൈനറും അങ്ങനെയൊക്കെ. ഇനി ഞാൻ കുറേ സ്ലൈഡും മാലയൊക്കെ എടുത്തായിരുന്നു. ഇതൊക്കെ നല്ല രസം കാണാനായിട്ട്, നല്ല സ്ലൈഡുകളാണ്. ഞാൻ ഇതിൽ നിന്നൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആഡ് ചെയ്യും അതിന് ശേഷം. ഇത് 20 രൂപയുടെ സ്ഥലമാണ്. ഇതൊക്കെ 20 രൂപയാണ്. ഏതെടുത്താലും 20 രൂപയാണ്. സ്ലൈഡൊക്കെ എന്ത് ഭംഗിയെന്ന് നോക്കി, എന്തോരം സ്ലൈഡുകളാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ മേടിച്ചേ. എപ്പോഴായിരുന്നാലും നാട്ടിൽ പോകുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. ഇത് പിന്നെ അടുത്ത് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത്. വേറൊന്നുമല്ല, ഇത് ടവലാണ്, കിച്ചൺ ടവലാണ് അവർ കാണിക്കുന്നത്. അയാൾ പറയുന്നതെന്ന് വെച്ചാൽ എന്ത് വേസ്റ്റ് നമുക്ക് കഴുകിക്കളയാം, നല്ല രീതിയിൽ കഴുകിക്കളയാം. പിന്നെ എന്തുവാ, വാഷ് ചെയ്തെടുത്താൽ മതി. ചായ വീണാലും എന്ത് വീണാലും കുഴപ്പമില്ല. സോപ്പിട്ട് കഴുകി നല്ല ഒരുപാട് ടൈം യൂസ് ചെയ്യാൻ പറ്റും. ഇത് 120 രൂപയാണ്. ഒരു പീസിന് 120, 2 പീസിന് 170. പിന്നെ തീയൊക്കെ അഥവാ തീ പിടിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് അണയ്ക്കാൻ പറ്റും. അതിനൊന്ന് കൈവച്ച് തന്നെ ടച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് പ്രസ് അടച്ചാൽ മതി. അത് അണഞ്ഞോളൂ എന്നാണ് പറയുന്നത്. വേറെ പേടിക്കാനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അവർ. പിന്നെ അതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇത് വാഷ് ചെയ്തൊക്കെ എടുത്ത് അയാൾ വീണ്ടും കാണിക്കുന്നുണ്ട്. ഇതിൽ അറിയില്ല, തലയിലൊക്കെ ഇടാമെന്ന് പറയുന്നുണ്ട്. നനയത്തില്ല. പിന്നെ കഴുകി നമുക്ക് ഉണക്കാം, ഡ്രൈ ആവത്തില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്പോഞ്ച് കട്ട പോലത്തെ ഒരെണ്ണമുണ്ട്. അതും ഇതേ റേറ്റാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ അതെടുത്തില്ല, ഇതെടുത്തായിരുന്നു ഈ ടവല്. പിന്നെ അത് കുറച്ച് നേരം കണ്ടിട്ടായിരുന്നു ഇപ്പുറത്തോട്ട് വന്നുകൊണ്ട്. ഇതൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞ സ്പോഞ്ച് കട്ട പോലെ. ഞങ്ങൾ ഇത് മേടിച്ചായിരുന്നു. രണ്ടെണ്ണം 240 ഉണ്ടോ. തലയിലൊക്കെ ഇടാന്നൊക്കെയാണ് പറയുന്നത്. എന്താണോ കുറച്ചൊക്കെ മനസ്സിലായി, കുറച്ചൊന്നും മനസ്സിലായില്ല. ഞങ്ങളങ്ങനെ 2 മേടിച്ചിട്ട് മറിച്ച് തിരിച്ചൊക്കെ നോക്കുന്നുണ്ട് കളറ്. അവൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അടുത്ത് എന്തൊക്കെ ഐറ്റംസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. വേറെ എന്താ, ഇതൊക്കെ ടാപ്പാണെന്ന്. ഇത് മസാജ് ചെയ്യുന്നതാണ്. ഇത് ബോഡി മസാജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞങ്ങളത് മേടിച്ചൊന്നുമില്ല. അവർ പിന്നെ എല്ലാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരുമല്ലോ, അങ്ങനെ ചെയ്തതാണ്. പിന്നെന്താ വേറെ, ഇതൊക്കെ കീടനാശിനികൾ, കീടങ്ങളെയൊക്കെ കൊല്ലാമെന്ന് പറയുന്നുണ്ട്. ഇത് എലി, പല്ലി ഇതൊന്നും വരില്ല എന്ന് പറയുന്നു. ഒരുപാട് ടൈം യൂസ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിതൊന്നും മേടിച്ചില്ല കേട്ടോ. പാറ്റയും പല്ലിയൊക്കെ ചത്തുപോകുമെന്ന് പറയുന്നത്. 100 ദിവസം ഒരു ശകലം പിടിച്ചിട്ട് 100 ദിവസം ഇരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല, അതുകൊണ്ട് ഞങ്ങളെടുത്തില്ല. പിന്നെ ഒരു വൈപ്പർ എടുത്തായിരുന്നു, ചെറിയ വൈപ്പറൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത്. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉള്ള സെക്ഷനിലോട്ട് പോകാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്നത്. പിന്നെ എന്തൊക്കെ പുൽത്തൈലോ എന്താണോ കാണിക്കുന്നുണ്ട്.
അതൊന്നും ഞങ്ങൾ മേടിച്ചില്ല. കറ പോകുന്നതാണ്, കറ ഡ്രസ്സിൽ വീഴുന്ന കറയെല്ലാം പോകുന്നതൊക്കെ കാണിക്കുന്നത്. ആ മരുന്ന് വീഴ്ത്തിയ ആ കറ മാറുമെന്നൊക്കെ പറയുന്നത്. ഞങ്ങളതൊന്നും മേടിച്ചില്ല. 2 വൈപ്പർ എടുത്തായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാളും അപ്പുറത്തോട്ടൊക്കെ പോകുന്നതാണ് ഇഷ്ടം. ഒരുപാട് കടകളുണ്ടല്ലോ, 20-ൻ്റെയും 10-ൻ്റെയും 30-ൻ്റെയും കടകളുണ്ട്. അപ്പോൾ അതിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടപ്പം വിടത്തുമില്ല, പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ. അടുത്ത മാമനാണ് ഇതെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ ആ മാമൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ അതും കൂടെ കുറച്ച് വീഡിയോ പിടിച്ചിട്ടു. കാണാമല്ലോ, കുഴപ്പമില്ല. അടുത്തതാണ് അവൾ മെയിൻ സ്ഥലത്തോട്ട് പോകുന്നത്. ഏതെടുത്താലും 10 രൂപ. 10 രൂപയുടെ കടയിൽ വന്നപ്പോൾ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. ഇതെടുക്കണോ അതെടുക്കണോ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അവളെന്തൊക്കെ കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഞാനും മോശമില്ലാതെയൊക്കെ അത്യാവശ്യം എനിക്ക് വേണം, നമ്മൾ മോക്ക് വേണമെന്നുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. സ്ലൈഡുകളും ബണ്ണുകളും ഒക്കെ കണ്ടോ, ഇതൊക്കെ 10 രൂപയുള്ളൂ. നല്ല നല്ല ഭംഗിയാണ്. അങ്ങനെ ഞാൻ ഇതുപോലത്തെ ബണ്ണൊക്കെ കുറച്ചൊക്കെ എടുത്തു. എനിക്കിഷ്ടപ്പെട്ടൊക്കെ ഇച്ചിരി എടുത്തിട്ടുണ്ട് ഞാൻ. ആ സമയത്ത് ക്യാമറമാൻ ചേട്ടനായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നിട്ട് ഞാൻ എടുക്കുന്നത് പോയിട്ട് അവൾ ഓരോന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെടുക്കണം അമ്മ, ഇത് വേണം അമ്മ, അത് വേണം അമ്മ എന്നൊക്കെ. അതൊക്കെ ഞാൻ നല്ലതാണെങ്കിൽ മാത്രം എടുക്കുന്നുണ്ട്, വേറെ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി വിപ്രാളത്തിൽ പറക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവൾക്ക് മതിയാകുന്നില്ല, ഇനിയും സ്ലൈഡ് വേണം, ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അതെല്ലാം എടുത്തു. കണ്ടോ, ഇതൊക്കെയാണ് 10 രൂപ. നാട്ടിലില്ലല്ലോ ഇങ്ങനെയൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം മേടിച്ച് കൂട്ടുന്നത്. എപ്പോഴും നല്ല ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ ആ സോപ്പ്, കീ ചെയിനൊക്കെ നല്ല വെറൈറ്റി കീ ചെയിനൊക്കെയാണ് കിടക്കുന്നത്. അങ്ങനെയല്ല, എല്ലാം 10 ആണ്. എല്ലാം 10 രൂപയ്ക്കാണ് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.